ഈ ഡോക്ടേഴ്സ് പ്രൊഫഷൻ, നഴ്സസ് പ്രൊഫഷൻ, മെഡിക്കൽ പ്രൊഫഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ പഠിക്കുന്നു, വേറെ നാട്ടിൽ പോയി ജോലി ചെയ്യുന്നു. ഡ്രഗ് ഇന്ററാക്ഷൻസ് ആണ് തേർഡ് ബിഗസ്റ്റ് കോസ് ഓഫ് ഡെത്ത് ഇൻ ദി വേൾഡ്. മെഡിക്കൽ പ്രൊഫഷനിൽ ഇപ്പം ഒരു വിശ്വാസം കുറച്ചൊക്കെ പോയ ഒരു കാലഘട്ടത്തിലാണ്. മോഹൻലാലിനോട് അഭിനയിച്ചു മടുത്താൽ എന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന റെസ്റ്റോറന്റ് മെനു ഇവർ വരുമ്പോ തന്നെ ആൾറെഡി ലേറ്റ് ആണ്. ഇയർലി ഡിറ്റക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പീപ്പിൾ ആർ നൗ അവെയർ and also we have facilities, ultrasound. And that's one of the biggest lifestyle problems. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിൽ ടെലി സർജറി ചെയ്യാൻ പറ്റും. ഒരു ഡ്രീം സെനാറിയോ ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഡോക്ടർ. ഓക്കെ, ഒരു ഐഡിയൽ സർജൻ നമ്മുടെ സൊസൈറ്റിക്ക് വരണമെങ്കിൽ, കിട്ടണമെങ്കിൽ, ഒരു ഐഡിയൽ ഡോക്ടർ എന്തായിരിക്കും ഒരു കുട്ടി എന്ന നിലയ്ക്ക്, ഒരു ചൈൽഡിൽ നിന്നും ഇന്ന് വരെയുള്ള ഒരു ട്രജക്ടറി? This talk is between Ranjini and Haridas. Yes. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിനി ഹരിദാസ്. റൂട്ടഡ് ഫ്രം വെർ ഇറ്റ് ഓൾ ബിഗാൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പാഷൻ, കമ്മിറ്റ്മെൻറ്റ്, ഡിസിപ്ലിൻ ഇവയെല്ലാം കൊണ്ട് സ്വന്തം കരിയർ ഒരു മാസ്റ്റർ ക്ലാസ് ആക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് റൂട്ടഡ് ഫ്രം വെർ ഇറ്റ് ഓൾ ബിഗാനിലെ ആദ്യത്തെ ഗസ്റ്റ്. ലിവർ റീസെക്ഷൻ സർജറി, മിനിമലി ഇൻവേസീവ് ലാപ്രോസ്കോപ്പിക് ടെക്നിക്സ്, ബാരിയാട്രിക് ആൻഡ് മെറ്റബോളിക് സർജറി ഇവയെല്ലാം തന്നെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത the first doctor and surgeon, the founder and chairman and managing director of Lord's Hospital, Thiruvananthapuram. എല്ലാവർക്കും ഹെൽത്ത് കെയർ ഈക്വലി ആക്സസിബിൾ ആയിരിക്കണം എന്ന ബിലീഫ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സാരഥി പത്മശ്രീ പ്രൊഫസർ ഡോക്ടർ KP ഹരിദാസ് ആണ് നമ്മളുടെ ഈ ഷോയിലെ ആദ്യത്തെ ഗസ്റ്റ്. വെൽക്കം ഡോക്ടർ. Thank you very much. Thank you. ഞാൻ ആക്ച്വലി ഈ ഒരു എപ്പിസോഡിൽ ഡോക്ടർ ഹരിദാസ് ആണ് വരുന്നത് എന്ന് കൺഫേം ചെയ്തപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. കാരണം അറിയാമോ? അറിയാമോ കാരണം? ഞാൻ പറയാം. ഞാൻ ട്രിവാൻഡ്രത്ത് കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ എന്റെ പേര് അറിയാലോ, രഞ്ജിനി ഹരിദാസ്. അപ്പൊ കുറെ പേരെന്റെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു, ഡോക്ടർ ഹരിദാസിന്റെ മോളാണോ എന്ന്. It was really funny and I never thought that one day I'll meet that Dr. Haridas. Wonderful. Can you believe it? Yeah. Because ആ പേരുള്ളത് കൊണ്ട് ആൾക്കാർ അങ്ങനെ വിചാരിക്കുമല്ലോ. അന്ന് ട്രിവാൻഡ്രത്ത് ഏറ്റവും ഫേമസ് ആയ ഹരിദാസ് സാർ ആയിരുന്നു. അതപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം അതേ വ്യക്തിയെ ഇങ്ങനെ എൻ്റെ ഒരു ഷോയിൽ ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നു ഞാൻ വിചാരിച്ചില്ല. That's how the universe works. This talk is between Ranjini and Haridas. Yes, it's between Ranjini and Haridas and it's going to be great. Sir, എനിക്ക് ആദ്യം തുടങ്ങേണ്ടത് എന്താണെന്നറിയോ ഡോക്ടറെ? 55 വർഷമായി ഒരു സർജൻ എന്ന നിലയ്ക്ക് ഡോക്ടറുടെ കരിയർ തുടരുന്നു ഇന്നും. പക്ഷേ ഇതിനെല്ലാം തുടക്കം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു അച്ഛനും അമ്മയ്ക്കും 9 മക്കളുണ്ടായിരുന്നു. ആ 9 മക്കളിലെ നടുക്കത്തെ മോനായി ജനിച്ച ഒരു ഹരിദാസ് ഉണ്ട്. ആ ഹരിദാസ് എങ്ങനെ പത്മശ്രീ ലഭിച്ച പ്രൊഫസർ ഡോക്ടർ KP ഹരിദാസ് ആയി മാറി? Where did it all start? This is probably my school days. എനിക്ക് തോന്നുന്നത് സ്കൂൾ ഡേയ്സിൽ തുടങ്ങിയതാണ്, സംശയമില്ല. പിന്നെ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് നിർബന്ധമുള്ള അച്ഛനമ്മമാരായിരുന്നു, പ്രത്യേകിച്ച് മദർ വീട്ടിൽ പഠിപ്പിച്ചിട്ടാണ് സ്കൂളിലാക്കുന്നത്. ആണോ? ഷീ വാസ് എൻ എഡ്യൂക്കേറ്റഡ് ലേഡി. അന്ന് കാലത്ത് 9ാം ക്ലാസ് എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഫാദർ വാസ് ആൾസോ വെരി പർട്ടിക്കുലർ അബൌട്ട് സെൻഡിങ് ദം ടു സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേറ്റ് ദം. All my brothers are postgraduates in economics, MA, MBA and all of that. I'm the only person out of the box came out to those things actually. അതിനുള്ള കാരണം പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന ഒരു വില്ലേജ് സ്കൂളിലാണ്, നാവായിക്കുളം എന്ന് പറയും. ട്രിവാൻഡ്രത്ത് ഒരു 22 കിലോമീറ്റേഴ്സ് വരും. അപ്പോൾ അവിടെ ഒരു 12th ക്ലാസ്സിലൊക്കെ, 12 yearsൽ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സൊക്കെ ആയിരിക്കും, ഒരു ഡോക്ടർ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, പേര് മറന്നുപോയി, ആൻഡ് അദ്ദേഹം വർക്കലയിൽ നിന്ന് സൈക്കിളിലാണ് വരുന്നത്, റാലി സൈക്കിൾ എന്ന് പറഞ്ഞു. വളരെ സുന്ദരനായ ഒരു മനുഷ്യൻ, ട്രൗസറൊക്കെ ഇട്ട് വെള്ള ഷർട്ടും ഇട്ട്. പുള്ളിയുടെ ഒരു ഡിസ്പെൻസറി ഉണ്ട് നാവായിക്കുളത്ത് സ്കൂളിലേക്ക് എൻട്രി ചെയ്യുന്ന ജംഗ്ഷനിൽ. അപ്പോൾ പുള്ളിയെ കണ്ടപ്പോൾ ആൾക്കാർ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. ഈ അപ്പിയർഡ് ഗ്ലാമറസ്
അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫസ്റ്റ് തോട്ട് വന്നത് അദ്ദേഹത്തെ ആ കണ്ടപ്പോഴാണല്ലേ? കണ്ടപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അന്നൊരു ഡോക്ടർ പ്രൊഫഷന് റെസ്പെക്ട് ഉണ്ട്, ബഹുമാനമുണ്ട്, ഗ്ലാമറസ് ആണെന്നൊക്കെ ആണ്. ഉള്ളൊരു ഒരു ചെറിയ കൊച്ചിന്റെ ഒരു തോന്നില്ല, മനസ്സിൽ തോന്നലുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. പിന്നെ അത് അപ്പൊ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ഇന്ന് ഞാൻ മെഡിസിൻ ആണ് എടുക്കാൻ എനിക്ക് പോകുന്നത്. എൻ്റെ ആഗ്രഹം അതാണ്. അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്തത്. അങ്ങനെ പിന്നെ പ്രീ യൂണിവേഴ്സിറ്റി ഉണ്ട്, കൊല്ലം എസ് എൻ കോളേജിലെ പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചത്. അന്ന് 11 ക്ലാസ് വരെ ഇവിടെയാണ്. അത് കഴിഞ്ഞാൽ 11 ക്ലാസ് ഉണ്ടായിരുന്നു സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം പ്രീ യൂണിവേഴ്സിറ്റി, അതാണ് പ്രീ യൂണിവേഴ്സിറ്റി ഇൻ ദി കോളേജ്. അത് കഴിഞ്ഞിട്ട് മെഡിസിന് സെലക്ഷൻ കിട്ടി. അപ്പോൾ കിട്ടിയപ്പോൾ ഒരു വർഷം പ്രീ മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അത് മാരിവാനീസ് കോളേജിൽ ചെയ്തു. ദാറ്റ് വാസ് ഇൻ 61. 62 മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു. അതാണ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തത്. ഇപ്പം ഞാനൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചപ്പം എന്റെ ജീവിതം മാറ്റിമറിച്ച കുറെ എഡ്യൂക്കേറ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ വല്ല എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. എനിക്ക് ഫിസിക്സ് വളരെ ഇഷ്ടമുള്ള ടോപ്പിക് ആയിരുന്നു. ഫിസിക്സ് പഠിപ്പിച്ച ഒരു സാറുണ്ട്, എബ്രഹാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വള്ളവൻതറ, ആലപ്പി ഡിസ്ട്രിക്ട്. അതിന്നും ഓർത്തു വെക്കുന്നുണ്ട്. വലിയ ബഹുമാനമായിരുന്നു അന്ന്. പിന്നെ തോന്നി ഒരു ടീച്ചറായാലും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. കൺഫ്യൂഷൻ വന്നു. ഓബിയസ്ലി ഐ ഗോട്ട് ഇൻ ടു പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു, അപ്ലൈ ചെയ്തു. ഇത് പത്രത്തിൽ പേര് വരുന്നു, ഡോക്ടർ ഹരിദാസ് ഹരിദാസ് ലോഹിദാസ് ഫ്രം ദി സെയിം Taluk, actually, Chirangil Taluk. Lohidas and myself were selected. That was amazing in a village. Big news. Big news in a village. First time there in 61. Yeah, 60. Yeah, and medical college, any teachers or professors that changed your life? Absolutely. ഞാൻ സർജനാകാൻ കാരണം എന്നെ പഠിപ്പിച്ച ഗൈനക്കോളജിസ്റ്റ് സൂസൻ ജോർജ് FRCP. അന്ന് ഇവരെല്ലാം ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷനുള്ള FRCSും MRC വോജിയും FRC വോജിയും ഒക്കെ ഉള്ളവർ. FRC വോജി ഗൈനക്കോളജിസ്റ്റിന്. അപ്പോൾ ഷീ വാസ് എ ലെജൻഡറി ഫിഗർ, ഒരു റിയൽ ഡോയൻ ഓഫ് OBG ഗൈനക്കോളജി. അപ്പം ഒരു സർജറി, അബ്ഡോമിനൽ പെൽവിക് ഡിസെക്ഷൻ, ക്യാൻസർ യൂട്ടസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഗ്ലാൻസ് ഒക്കെ ഡിസെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓപ്പറേഷന് പുള്ളിയുടെ അസിസ്റ്റൻസ് ഉണ്ട്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ താഴെയുണ്ട്, 2 ലെക്ചറേഴ്സ് ഉണ്ട്, പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. പിന്നെ എന്നെയും കൂടി വിളിച്ചു, ഞാനും അതിനിടയ്ക്ക് പെട്ടു. ഐ എം എ ബിഗ് ഷീസ് എ ബിഗ് ബെഡ ബോസ് ആൻഡ് ഐ എം എ സ്മാൾ ബഗ്. ഐ വാസ് ഡൂയിങ് മൈ ഹൗസ് സർജൻസി. ഹൗസ് സർജൻസി ചെയ്യുമ്പോഴാണ് ഈ 5 വർഷം പഠിച്ചതിന് ശേഷം ഒരു വർഷം ഹൗസ് ഉണ്ടല്ലോ, അത് ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോകണം, സർജറിയിൽ, മെഡിസിനിൽ, ഗൈനക്കോളജിയിൽ വന്നപ്പോഴേക്കുമാണ് മാഡത്തിൻ്റെ കൂടെയാണ് പോസ്റ്റിംഗ് വന്നത്. അപ്പോൾ ഷീ മെയ്ഡ് എ റിമാർക്ക് which I never expected. She said to me, actually, young fellow, it seems you have a knack in surgery. You must take up surgery as your career. That is what? That goes into your heart and soul. And 55 years later. 55 years later, still I remember. So also Dr. Jayasimhan, he made me open the abdomen as a house surgeon, which never they might have done before. അതിന് മുമ്പ് ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ആദ്യമായിട്ട് സർ ഹൗസ് സർജൻസിയിൽ ചെയ്യുമ്പോഴാണോ ഡോക്ടർ ഓപ്പൺ സർജറി, ട്രഡീഷണൽ സർജറിയിൽ കട്ടിങ് ഓപ്പൺ ഇൻ ടു ഹ്യൂമൻ ബോഡി എപ്പോഴായിരുന്നു? അത് ഹൗസ് സർജറി ചെയ്യുന്ന സമയത്താണ്, 68 ഏർലി 68 ആണ്. അത് ഡോക്ടർ ജയസിമ്മൻ കൈ പിടിച്ച് ഓപ്പൺ ചെയ്യുന്ന അബ്ഡോമൻ ഓർമ്മയുണ്ട്. ഡോക്ടർ ജയസിമ്മനാണ് എൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പ്രഷർ കൂടിപ്പോയാൽ, പ്രഷർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു ബി വെരി ജെന്റിൽ, വെരി സോഫ്റ്റ്. അന്നത്തെ ആ സ്കാൽപ്പൽ എടുത്ത് ആ ഒരു ഡോക്ടർ സാറ് കൈപിടിച്ച് അത് മുറിച്ച ശേഷം ഇന്ന് 55 വർഷം കാലം പോയി, രീതികൾ മാറി. ട്രഡീഷണൽ സർജറി മെത്തേഡ്സിൽ നിന്നും ഇന്ന് യു ആർ വൺ ഓഫ് ദി മോസ്റ്റ് റെസ്പെക്റ്റഡ് മിനിമലി ഇൻവേസീവ് സർജൻസ് അക്രോസ് ദ കൺട്രി. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ പറയുമ്പം ആ ഒരു യാത്രയിൽ കുറേ അധികം മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട്. എങ്ങനെ വിലയിരുത്തുന്നു ആസ് എ സർജൻ? പിന്നെ ഞാനൊരു 97 പ്രൊഫസറിൻ്റെ ഹെഡ് ഓഫ് സർജറി ആയിട്ട് കാലിക്കറ്റിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ
എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ. ഇരുന്നാണെങ്കിൽ അങ്ങനെ. ഞാൻ ഈ പ്ലാസ്റ്റിക് സർജറി വലിയ ഇഷ്ടമാണ്. പ്ലാസ്റ്റിക് സർജൻസ് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഐ കണ്ടിന്യൂഡ്. ഐ വാസ് ഇൻ ഫാക്ട് ഇൻ 71 ഐ വാസ് പ്ലാനിങ് ടു ജോയിൻ ഇൻ one of the universities in the north for plastic surgery. MSA ഉള്ളു അവിടെ, MCH ഇല്ല. അത് പിന്നെ സെക്കൻഡ് തോട്ടിൽ അത് മാറ്റി വെച്ചു. ഐ കണ്ടിന്യൂഡ് ഇൻ ജനറൽ സർജറി. അന്നത്തെ ജനറൽ സർജൻ ചെയ്യുന്ന ടങ് ടു ഏനൽ കനാലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നാവ് തൊട്ട് ഏനൽ കനാൽ വരെ. ഐ ഹാവ് ഡൺ ഓപ്പറേഷൻസ് ലൈക്ക് കമാൻഡേഴ്സ് ഓപ്പറേഷൻ. നാവിൻ്റെ പകുതി എടുക്കും, താടിയലിൻ്റെ പകുതി എടുക്കും, നെക്ക് ഗ്ലാൻഡ് ഡിസെക്ട് ചെയ്യും. ഇനി കമാൻഡേഴ്സ് ഓപ്പറേഷൻ പേര് പറയും. അതൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. സോ I used to tell people I am a surgeon who operated from tongue to anal canal, not only abdomen. ഇപ്പൊ ഗാസ്ട്രോ എന്ന് പറഞ്ഞാൽ അബ്ഡോമിനകത്തുള്ള സർജറി, ബിയോണ്ട് അബ്ഡോമൻ, അബ്ഡോമിനെല്ലാം ചെയ്യുമായിരുന്നു. സോ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉള്ളൊരു ചോദ്യമാണ് സർ. ഒരു സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ 99% ഓഫ് ദ വേൾഡ് ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ സർജൻസ് ചെയ്തിട്ടുണ്ട്, which is looking inside the human body. Absolutely, yes. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ, how would you tell someone? അത് ഒരു പേഷ്യൻ്റ് അനസ്തീസിയ കൊടുത്തു കഴിയുമ്പോൾ ഏതാണ്ട് വിത്തൗട്ട് മൂവ്മെൻറ്റ്സ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതി, ലീവിങ് ഈസ് മൂവിങ്, സോ ഈസ് നോട്ട് മൂവിങ്. അപ്പോൾ ഈസ് നോട്ട് ലീവിങ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ മൊമെൻറ്റ്, ഈസ് അണ്ടർ അനസ്തീസിയ. ആർട്ടിഫിഷ്യലി ഈസ് ലീവിങ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ഒരു ടെലസ്കോപ്പ് കൊണ്ട് അകത്ത് പോകുമ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ഒരു 10 mm ടെലസ്കോപ്പാണ് പോണത്. പിന്നെ 4 5 mm പോർട്ടുകളാണ്. എത്ര വലിയ ഓപ്പറേഷൻ ആയാലും നമുക്ക് വേണ്ടി അത്രയേ ഉള്ളൂ. 4 കൊച്ചു 5 mm ഒരു ഈ കൊച്ചു വിരലിൻ്റെ പകുതിയുള്ള സൈസിലുള്ള ഇൻസ്ട്രുമെൻറ്റിലൂടെയാണ് പോണത്. 4 ഇൻസ്ട്രുമെൻറ്റ്സ് മതി ഒരു സർജറിക്ക്. പണ്ടൊരു 100 ഇൻസ്ട്രുമെൻറ്റ് 50 ഇൻസ്ട്രുമെൻറ്റ് കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ ഇതിൽ വരും. ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി ആണെന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രുമെൻറ്റും അകത്ത് പോകില്ല, കത്രിക അകത്ത് വയറ്റിനകത്തിരിക്കില്ല, ഇതിരിക്കില്ല, ഇതെല്ലാം കാണാം. ടെലസ്കോപ്പ് യുവർ മാഗ്നിഫിക്കേഷൻ ഈസ് 15 to 20 times മാഗ്നിഫിക്കേഷൻ. 1 millimeter 15 millimeter ആയിട്ട് കാണും. 1.5 centimeter. ലാപ്രോസ്കോപ്പിക് ടെലസ്കോപ്പ് കയറുമ്പോൾ വാട്ട് യു സീ ഈസ് ആക്ച്വലി അത് നോർമലി നമുക്ക് കാണാനൊക്കാത്ത കൊച്ചു ബ്ലഡ് വെസൽസ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാപ്പിലറീസിൻ്റെ പൾസേഷൻസ് കാണാം. അതിങ്ങനെ തുടിക്കുന്ന കാണാം. സൂക്ഷ്മമായിട്ടുള്ള സംഗതി കാണാൻ പറ്റുന്ന, അതാർക്ക് പറ്റും? യൂഷ്വലി ദൈവത്തിന് പറ്റുന്നതാണ്. ആൻഡ് സ്ഥൂലമായിട്ടുള്ളത് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് സൂക്ഷ്മമായിട്ടുള്ളത് കാണാൻ പറ്റുന്നത് മുനികൾക്കാണ്. ഒന്ന് ദൈവത്തിനും ഒന്ന് സർജനും മുനികൾക്കും. അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഈസ് ലിവിങ് എന്ന് എനിക്ക് അപ്പം പറയാൻ പറ്റും. ഇത് കാണുമ്പോൾ പൾസ് ഇങ്ങനെ മൂവ് ചെയ്യും. വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ സർ ഡോക്ടർ തന്നെ അതിലേക്ക് വന്നുകൊണ്ട് ഞാൻ പറയാണ്, പൊതുവെ ഈ നമുക്ക് എല്ലാവർക്കും പേടിയാട്ടോ ഡോക്ടേഴ്സിനെ, അതും സർജൻസിനെ കുറച്ച് കൂടുതൽ. വളരെ ബഹുമാനമാണ്, കുറച്ച് പേടിയുണ്ട്. പക്ഷേ വളരെ എന്താ പറയുക, ബ്രിക്ക് ബാറ്റ്സ് എടുക്കുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ്. ബിക്കോസ് സർജറി എല്ലാം നന്നായി പോയാൽ ദൈവവും, നന്നായി പോയില്ലെങ്കിൽ വളരെയധികം ഡെവിള് പോലെയാവും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സാറിന് ഡോക്ടറിന് അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? അതോ വാട്ട് ഡു യു തിങ്ക്? കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കല്ലേ ആക്സിഡൻസ് വരിക. അതില്ലാത്ത ഒരു സർജനും 55 years വരെ സർവൈവ് ചെയ്യില്ല. അതില്ലാത്ത ദാറ്റ് ഈസ് ഇല്ലാന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ കള്ളം പറയുകയാണ്. സോ ദാറ്റ് വിൽ ഹാപ്പൻ. ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. അന്നൊരു 8 മണിക്കൂർ എടുക്കാം ആദ്യത്തെ ലിവർ 8 ബോട്ടിൽ ബ്ലഡ് വേണം. മനസ്സിലായില്ലേ? ഒരു ബ്ലീഡിങ് വന്നു, നമുക്ക് ആഡിക്വേറ്റ് ആയിട്ട് കൊടുക്കാൻ ബ്ലഡ് ഇല്ലാതെ വന്നാൽ ഈ മേ നോട്ട് സർവൈവ്. അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ആൾസോ ആലപ്പിന്ന് റീത്തമ്മ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ട്. 19 വയസ്സുകാരിയാണ്. വിത്ത് എ ബിഗ് ട്യൂമർ ഇൻ ദി റൈറ്റ് ലോബ് ഓഫ് ദി ലിവർ. ലിവറിന് 2 ലോബുണ്ട്, ലെഫ്റ്റും റൈറ്റും. 8 സെഗ്മെൻറ്റ്സുമാണ്. റൈറ്റ് ലോബിൽ ഒരു ഹ്യൂജ് നോഡുള്ള ട്യൂമർ. ദാറ്റ് വാസ് വെയിങ് അബൌട്ട് 2 kilos ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ എൻ്റെ പ്രൊഫസർ, അന്നത്തെ പ്രൊഫസർ, പേര് പറയുന്നില്ല, അദ്ദേഹം വന്ന് പുറകിൽ വാച്ച് ചെയ്യാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്ന മുഴുക്കെ, അത് വേണമെങ്കിൽ പേര് പറയാം, ഡോക്ടർ മാത്താണ്ഡപിള്ള എന്ന് പറഞ്ഞ ഒരു ന്യൂറോ സർജൻ ഉണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഏതാണ്ട് ഇംഗ്ലണ്ടിലായിരുന്നു. അപ്പോൾ ഡോക്ടർ മാത്താണ്ഡപിള്ള ഈസ് വെൽ നോൺ ന്യൂറോ സർജൻ ട്രിവാൻഡ്രം. ഈസ് ഓൾസോ പത്മശ്രീ. ആൻഡ് he was recording the whole thing. It was so beautiful. അപ്പോൾ
എൻ്റെ ടീച്ചറായിരുന്ന MRS, ഇത് ഏത് വർഷമായിരുന്നു? that was 81. 81. 81. I went to England in 74, came Okay. back in 80, And this joined surgery. Trivandrum Medical College. അപ്പോൾ അവിടുത്തെ പിന്നെ RCCയുടെ തറക്കല്ലിട്ട സമയം മെഡിക്കൽ കോളേജിനോട് അറ്റാച്ച്ഡ് ആയിരുന്നു ഈ റേഡിയോളജി റേഡിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം ഒരുപാട് കേസസ് എനിക്ക് റെഫർ ചെയ്തു. അങ്ങനെയാണ് ഈ റീത്തമ്മയുടെ കേസ് വന്നത്. റീത്തമ്മയുടെ കേസ് വരുന്നത്. റീത്തമ്മയെ ഓപ്പറേറ്റ് ചെയ്തു, resected very well. I sent her to the RCC for chemotherapy. അവർ കൊടുത്തില്ല, വേണ്ട നല്ല റിസെക്ഷൻ കീമോതെറാപ്പി ഉണ്ട്. ഷീ ലിവ്ഡ് ഓൺലി 6 months ആൻഡ് ഷീ ഡെവലപ്ഡ് മൾട്ടിപ്പിൾ സെക്കൻഡറീസ് 2 ലങ്സിൽ. അതൊക്കെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള, അതെ ഓർത്തു വെച്ചിരിക്കുന്നത്. എന്നാലും ജീവിച്ചിരുന്ന ആൾക്കാരുണ്ട് വർഷങ്ങൾ, എന്നിട്ട് അതുകൊണ്ട് ഒരു 20% ഒക്കെ അന്ന് ലീവ് ചെയ്യൂ. ഇവർ വരുമ്പോൾ തന്നെ ആൾറെഡി ലേറ്റാണ്. ഇയർലി ഡിറ്റക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പീപ്പിൾ ആർ നൗ അവെയർ ആൻഡ് ആൾസോ വി ഹാവ് ഫെസിലിറ്റീസ്, അൾട്രാസൗണ്ടും CT സ്കാനും. വെയിറ്റ് ലോസ്, സഡൻ വെയിറ്റ് ലോസ് ആയിരിക്കും. ദേ ബിക്കം സ്കിൻ ആൻഡ് ബോൺ ഇൻ 3 to 4 months. ഓപ്പറേറ്റ് ചെയ്യാതിരുന്നാൽ ദേ ഹാർഡ്ലി ലീവ് ഫോർ 6 months. അതാണ്. ഇറ്റ്സ് എ ബ്രൂട്ടൽ ക്യാൻസർ, liver cancer. So also pancreas, it's a brutal cancer again. So അപ്പം പണ്ടത്തെ കാലത്ത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നല്ല. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്കൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ വാട്ട് ആർ ദ ഫസ്റ്റ് ഫ്യൂ സ്റ്റെപ്സ്? ഒരു അൾട്രാസൗണ്ട് ചെയ്താൽ തന്നെ അറിയാം. ഒരു മെഡിക്കനെ, ഒരു റേഡിയോളജിസ്റ്റ് ഒരു അൾട്രാസൗണ്ട് ചെയ്താൽ നമുക്കറിയാം. ഇല്ലെങ്കിൽ ഒരു CT, ദാറ്റ് ഈസ് നോട്ട് വെരി എക്സ്പെൻസീവ്. ദെൻ യു ഹാവ് MRI, എങ്ങനെയുള്ള ട്യൂമറാണെന്നൊക്കെ മനസ്സിലാക്കാം. ഇത് ആൻജിയോമയാണോ വാസ്കുലർ ട്യൂമറാണോ അതൊക്കെ കണ്ടുപിടിക്കാം. ഇൻഫീരിയർ വീനക്കേവയിൽ ഇത് അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണോ, അങ്ങനെയാണെങ്കിൽ ഡിസെക്ട് ചെയ്യാൻ പ്രയാസമാണ്. ഈ ലിവറിൻ്റെ ഒരു എൻകേജ്മെൻറ്റിലാണ് വലിയ വെയിൻ കിടക്കുന്നത്. വീനക്കേവ എന്ന് പറയും, അയോട്ട എന്ന് പറയുന്ന കണക്ക് ബ്ലഡ് കൊണ്ടുപോകണം. ഇത് വീനസ് ബ്ലഡ് മുകളിലേക്ക് കൊണ്ടുപോകണം. അത് ശുദ്ധീകരിച്ചിട്ടാണ് ഈ ആർട്ടറിയിൽ കൂടെ വരുന്നത്. ഓക്കെ. ഇപ്പം ഈ ലിവർ റീസെക്ഷൻ എന്ന് പറയുന്നത് സംതിങ് ഡോക്ടറാണ് അതിന്റെ ഒരു മെയിൻ ഒരു ആ കാലഘട്ടത്തിൽ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിപ്പം ഒരു സർജൻ എന്ന നിലയ്ക്ക് ഒരു പുതിയ സംഭവം ഒരു സമയത്ത് അറ്റംപ്റ്റ് ചെയ്യുമ്പം അത് അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ടാവും. എന്തായിരുന്നു ഡോക്ടർ ചെയ്തത് ആ കാലഘട്ടത്തില്? പ്രിപ്പറേഷൻ ഒന്ന് ബുക്കുകൾ റെഫർ ചെയ്യാം. ഓക്കെ. ഒരു സീരീസ് ബുക്കുണ്ട് സർജറിയുടെ എല്ലാം കൊടുത്തിരിക്കുന്ന. ആ ബുക്കിന്റെ പേര് ജസ്റ്റ് ഓർമ്മയിൽ വരില്ല. അത് പോയി വായിക്കും ലൈബ്രറിയിൽ പോയി, ഇത് ചെയ്യുന്നതിനും സ്ഥിരമായിട്ട്. എന്നിട്ട് ഐ വെന്റ് ടു ദ മോർച്ചറി, ഡിസെക്ട് ചെയ്യുന്നിടത്ത്. അപ്പോൾ മോർച്ചറിയിൽ അവർ നോർമലായിട്ടുള്ള എക്സാമിനേഷനെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ബോഡി ഉണ്ടായിരിക്കുമല്ലോ. ആ സമയത്ത് എനിക്ക് ഫ്രീഡം കിട്ടി. അതിൻ്റെ പ്രൊഫസറെ കണ്ട് ചോദിച്ചു, എനിക്ക് ഹാവ് ടു ഡിസെക്ട് ഇത് ചെയ്യാൻ പോവുകയാണ്. ഇന്നാണെങ്കിൽ ഒരു പക്ഷേ കൊടുക്കില്ലായിരിക്കും, അവർക്കെല്ലാം പേടിയാണ്. അതിന് ഡിസെക്ട് ചെയ്താൽ മനുഷ്യന് ഗുണം വരുന്ന പലതും ഇന്ന് ചെയ്യുന്നില്ല. അപ്പോൾ ബോഡിയിലാണ് റിസർച്ച്. ഐ വാസ് ഡിസെക്ടിങ് ദി അനാറ്റമി ഓഫ് ലിവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ ഈ പോർട്ട ഹെപ്പാറ്റിസിലൂടെയാണ് ഒരു സ്ലിറ്റ് പോലെ ഉണ്ട് ബിറ്റ്വീൻ ദി 2 lobes, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ആ സ്ലിറ്റിലൂടെയാണ് ബ്ലഡ് വെസൽസും പോർട്ടൽ വെയിനും ഹെപ്പാറ്റിക് ആർട്ടറിയും അതുപോലെ പിന്നെ എന്താ ഇത് ബൈൽ കൊണ്ടുവരുന്ന ബൈൽ ഡക്റ്റും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3 ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അവിടെ. ഹെപ്പാറ്റിക് വെയിൻസ് ഉണ്ട്, ഹെപ്പാറ്റിക് ആർട്ടറി ഉണ്ട്, പോർട്ടൽ വെയിൻ ഉണ്ട്, ബൈൽ ഡക്റ്റ് ഉണ്ട്. ഇതിനെയൊക്കെ ഡിസെക്ട് ചെയ്യാനായിട്ട് അത് തന്നെ ഒരു 2 മണിക്കൂർ എടുക്കും. എന്നിട്ട് ഫസ്റ്റ് ടൈം അവർ 10-35 കേസസ് ആ ടൈമിൽ ചെയ്ത്. ആഫ്റ്റർ ദാറ്റ് ആക്ച്വലി അല്ല, മറ്റൊരു 30 ഡെഡ് ബോഡീസ് ഞാൻ ഡിസെക്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് ഒരു സെക്കൻഡറി ഉള്ള പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെയാൾക്ക് സ്റ്റൊമക്കിന് ഒരു ഓപ്പറേഷൻ, ക്യാൻസറിന് ഓപ്പറേറ്റ് ചെയ്തു. അയാളുടെ പേര് ജോസഫ് എന്നാണ്, തൃശ്ശൂർക്കാരനാണ്. ഒരു 9 വർഷം കഴിഞ്ഞിട്ട് ലിവറിൽ സെക്കൻഡറി വന്നു. അതാണ് ആദ്യത്തെ അത് കഴിഞ്ഞിട്ടൊരു ആ കാലത്ത് ബിറ്റ്വീൻ ഒരു 2-3 months ഒരു കേസൊക്കെ വരുള്ളൂ ശരിക്കും. മിക്കവാറും ലേറ്റായി പോകും. മിക്കവാറും അതിന് മുമ്പുള്ള ഡോക്ടേഴ്സ് സർജൻസ് പോലും ലിവറിലൊരു ട്യൂമർ വന്നാൽ ഇനിയൊന്നും ചെയ്യാനില്ല, വീട്ടിൽ പോയി ഇരിക്കാൻ പറയും. കാരണം ലിവറിന് ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കില്ല എന്ന് പറയും. അതുപോലെ ചില ഡിസെക്ഷൻസ് നെക്കിൽ വരും. താറായിൽ ക്യാൻസർ വന്നിട്ട് ലിംഫ് നോഡ്സ് വരും. ചിലർ പറയും ഇവിടുത്തെ ആർട്ടറിയിൽ പിടിച്ചിരിക്കണം, എടുക്കാൻ ഒക്കില്ല എന്ന് പറയും. കുറ്റം പറയുകയല്ല, അന്നത്തെ കാലത്ത് അങ്ങനെയാണത്.
അപ്പോൾ ആരും ഓപ്പറേറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ എനിക്കൊരു ചാലഞ്ചായിട്ട് ഞാൻ എടുക്കും. ഐ സിറ്റ് ഡൗൺ ആൻഡ് ഡിസെക്ട് ജെന്റ്ലി, സോഫ്റ്റ്ലി. So you learn. ലേണിംഗ് അല്ല, റിസർച്ചിന്റെ ഐ ഭാഗമായി. ഫീൽ ഐ എം ഒരു പ്രിസിഷൻ വർക്കറാണ്. ഐ ഹാവ് ടു ആസ്ക് യു ദാറ്റ്. ആ വാക്ക് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ സർജൻ എന്ന് പറയുന്നത് മറ്റേ ഡോക്ടേഴ്സ് പോലെയൊന്നും അല്ല. നിങ്ങൾ ഡോക്ടേഴ്സ് മാത്രമല്ല, മറ്റു ഏത് പ്രൊഫഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും തിയേറ്ററിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സിന് നിങ്ങളെല്ലാം മില്ലി സെക്കൻഡും ഉള്ളൊരു കോൺസെൻട്രേഷനും ഒരു പ്രിസിഷനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു ആർ ഓൾമോസ്റ്റ് പ്ലേയിങ് ഗോഡ് അല്ലേ? ആൾക്കാരുടെ ജീവിതമാണ് സാറിൻ്റെ കയ്യിൽ. 55 years അത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. ഇൻഫാക്ട് ഡോക്ടറിന്റെ ബുക്ക് അല്ലേ, സ്റ്റോറി ഓഫ് മൈ സ്കാൽപ്പിൽ യു സെഡ് ഇറ്റ് യുവർ സെൽഫ്, പ്ലേയിങ് ഗോഡ് is an awesome responsibility. Absolutely. Why do you say that? This is what it is all about, and that's an awesome responsibility. You cannot escape. You are tied down to, and that is a responsibility. You take it for life. ഒരു റെപ്പറ്റീഷനോ അതോ ഒരു മടുപ്പോ ഒരു ബേൺ ഔട്ടോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല? എനിക്ക് ബേൺ ഔട്ട് ഇല്ല. ബേൺ ഔട്ട് എന്നൊരു ടോപ്പിക്കാണ്. അതിന് ബേൺ ഔട്ട് വരുന്നത് ഇപ്പോൾ മ്യൂസിക് ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ യേശുദാസിനോട് പാടി മടുത്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയൂലല്ലോ മടുത്തു എന്ന്. അതുപോലെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇപ്പം മോഹൻലാലിനോട് അഭിനയിച്ചു മടുത്താൽ എന്ന് ചോദിച്ചാൽ പുള്ളി പറയില്ല, പുള്ളി അഭിനയിച്ചു മടുത്തില്ല. അതുപോലൊരു തോന്നൽ എനിക്കുണ്ട്. തെറ്റാണ്. ഇനിയും നാളെ ഇന്നത്തെക്കാളും ബെറ്ററായിട്ട് ചെയ്യാമെന്നുള്ള ഒരു തോന്നൽ. ടുമാറോ ഐ വിൽ ബി ഡൂയിങ് ബെറ്റർ ദാൻ ടുഡേ. ആൻഡ് അതാണ്, അത് മാറിയിട്ടില്ല. Lovely. Yeah, that is what it is all about. So what makes a good surgeon then? Surgery is a blend of science and art. Ade. I would have to say so, because അത്രയും അധികം ഒരു it takes a lot. A knowledge ഉണ്ട്, but it also requires passion വരും. Yes. Passion to the extent of obsession. അതാണ് എന്ന് വേണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. OCD ആയി മാറണം. ഒബ്സഷനാണ് വേണ്ടത്. അതാണ് എൻ്റെ പാഷൻ എന്ന് പറയാം. അപ്പോൾ ഈ what makes a good surgeon? To make a good surgeon you need that. ഇത് വേണ്ട വേറൊരു ഫീൽഡ്. ശാസ്ത്രീയം, ആർട്ടിലും ശാസ്ത്രീയമുണ്ട്, മ്യൂസിക്കിൽ, ക്ലാസിക്കൽ മ്യൂസിക്. അപ്പം ഞാൻ പറയും ആർട്ടിൽ ടോപ്പിലിരിക്കുന്നത് സംഗീതമാണ്, മെഡിസിനിൽ ടോപ്പിൽ സർജറിയുമാണെന്ന് പറയും. രണ്ടിലും ആർട്ടും സയൻസും ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ആദ്യം. ദാറ്റ് ഈസ് മൈ തിങ്കിങ്. ഐ ലൈക്ക് ആർട്ട്. ഞാൻ സർജറി ചെയ്യുമ്പോൾ ലാപ്രോസ്കോപ്പി തുടങ്ങിയിട്ട് ഒരു 30 വർഷമായിപ്പോൾ. ട്രഡീഷണൽ സർജറി 25 years. അങ്ങനെയാണ് 55 years കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മിനിമലി ഇൻവേസീവ് ആണെങ്കിലും ചില പേഷ്യൻസ് ബിക്കോസ് ഓഫ് ഹെൽത്ത് റീസൺസ്, ഇപ്പം ന്യൂമോണിയ ഉണ്ട്, ലങ്സ് ഉണ്ട്, എൽഡർലി ആണ്, ചെസ്റ്റ് പ്രോബ്ലം ഉണ്ട്, ആസ്മയുണ്ട്, അവർക്ക് റീജിയണൽ അനസ്തീസിയ കൊടുത്ത് ഓപ്പൺ സർജറി ചെയ്യാം. ഇപ്പോൾ ഹെർണിയ വന്നു. ഞാനൊരു 104 വയസ്സുള്ള ഒരാളെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 108 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഹിസ് നെയിം ഈസ് പത്മനാഭൻ വൈദ്യർ ഫ്രം ചടയമംഗലം, ജഡായു പാർക്കിന് അടുത്താണ്. അതിൻ്റെ 108 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു ഓണത്തിന് ഒരു 2 years കഴിഞ്ഞപ്പോൾ ഞാൻ വിസിറ്റ് ചെയ്തു. 2 ഓണത്തിനായതുണ്ടോ 2 പേർ ഓണക്കോടിയും ഒരു 25,000 rupees അങ്ങോട്ട് കൊടുത്തു. 104 വയസ്സിൽ ഓപ്പറേറ്റ് ചെയ്ത ആദ്യത്തെ ആളാണ് പുള്ളി. ഏറ്റവും യംഗസ്റ്റ് പേഷ്യന്റിനെ ഓർമ്മയുണ്ട്. അതിനൊരു ലിവർ സർജറി ചെയ്ത ഒരു 1.5 വയസ്സുള്ള എന്താ പുള്ളിയുടെ പേര്, അന്നത്തെ പീഡിയാട്രിക് പ്രൊഫസർ ജോർജ് മാമൻ എന്നാണെന്ന് തോന്നുന്നു. ജോർജ് മാമൻ ഇസ് ഡോട്ടർ വാസ് മൈ ഡോട്ടേഴ്സ് ക്ലാസ്മേറ്റ് as well. She is also a doctor. My eldest daughter is a doctor settled in England. ഫിസിഷ്യനാണ് with 2 sons. അപ്പോൾ അവർ അവിടെ സെറ്റിൽ ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. ഒരു പേഷ്യൻറ്റിന് 1.5 വയസ്സോ 1 വയസ്സോ ഉള്ള കുട്ടിയാണ്, ലിവറിലൊരു ട്യൂമർ. ദാറ്റ്സ് എന്താ സാർക്കോമാറ്റസ് ലീഷനാണ്. ക്യാൻസറിനേക്കാളും അഗ്രസീവായിട്ടുള്ളതാണ് കുട്ടികൾ വരുന്നത്. അത് റിസെക്റ്റ് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ജീവിച്ചിരുന്നു. എത്ര വർഷം പിന്നെ അവരുടെ ഫോളോ അപ്പ് ആണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് ഇൻ 86. The youngest was 1.5, oldest was 104. ആൻഡ് യങ് ഏജിലാണ് നമ്മുടെ നാട്ടിൽ ലിവർ ക്യാൻസർ വരുന്നത്. ബിലോ 50 ആണ് യൂഷ്വലി, ആൻഡ് എബവ് 50 കുറവാണ്.
മിഡിൽ ഏജ്. റീത്തമ്മയ്ക്ക് 19 വയസ്സേ ഉള്ളായിരുന്നു. 19. 90 അല്ല, 19 years. 19. Yeah, അന്ന് കാലത്ത് ഇൻസിഡൻസ് ഓഫ് കാർസിനോമ ഈസ് ഓൺ ദി ഇൻക്രീസ് നൗ. ലിവർ ക്യാൻസർ. Why do you think? എന്തുകൊണ്ടായിരിക്കാം? ഒരുപാട് സംഗതികളുണ്ട്. ലൈഫ്സ്റ്റൈൽ, Jaundice, hepatitis B, C, not A. And that one, the aflatoxins, we consume lot of toxins from food. അതെ. ഫുഡിലുള്ള അസ്പെസില്ലസ് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗസ് ഉണ്ട്. നമ്മൾ ഈ റൈസൊക്കെ വീട്ടിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ പൂപ്പനടിക്കും. പൂപ്പൽ വരും. ആ ഫംഗസ് ആണ് ഈ അസ്പെസില്ലസ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത്. അതിന് അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് എ കാർസിനോജൻ. And so many carcinogens we consume today, epigenetics എന്ന് പറയുന്നത്. There is lot of mutation in the gene today. So നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഭക്ഷണം plays a very big, so lifestyle. Yeah, very, very big role in cancer. Lifestyle ചേഞ്ച് വരുത്തേണ്ട കാലം അതിക്രമിച്ചു. അപ്പൊ ഇപ്പൊ നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് പേടിയാണ് കേൾക്കുമ്പോൾ തന്നെ. അതെ അല്ലേ? ബിക്കോസ് ഓഫ് കോഴ്സ് കാലാകാലങ്ങളായി അതിനെ there are lots of ways അത് ഇപ്പം early detection, prevention, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. Early detection is the most important thing. അതെ. Yes, any cancer for that matter. And ഇപ്പോൾ ഈ early detection has become much easier than before. ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസറിന് 1919 അങ്ങനെയൊക്കെ. Early detection ഉണ്ടെങ്കിൽ what are the chances of survival? Survival is it could be 100% certain malignancies. For example, thyroid എടുക്കാം നമുക്ക്. അതിൽ പാപ്പിലറി കാർസിനോമ എന്ന് പറയുന്നുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നല്ലോണം ഡിസെക്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്താൽ അവർക്കൊന്നും വരത്തില്ല. നത്തിങ് വിൽ. ഒരു ഐസോടോപ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂ ഡ്രോപ്സ്. ദാറ്റ് ഈസ് ഡൺ ഫോർ ഗുഡ്. And they will get no recurrence. They are back to normal. Anaplastic carcinoma എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. I had the opportunity to operate. 2 വർഷം അവർ ജീവിച്ചു. എന്തെല്ലാം ചെയ്താൽ അന്ന് കാലത്ത് things are going to change now. A lot of changes are going to happen in oncology and medical oncology treatment. Radiation, chemotherapy എല്ലാം വലിയ ചേഞ്ചസ് വരാൻ പോണ. Cancer is actually, it's a frightening word really for the public, anybody for that matter. I don't use the word cancer to the patient. ചില സെൽസിൽ ചില മാറ്റങ്ങൾ കാണുന്നു, നമുക്കിത് എടുത്തു കളയാന്ന് പറയും. ഞാൻ ഒരിക്കലും ആ പേടി അവർക്ക് ഇമ്മ്യൂൺ സപ്രഷൻ ഉണ്ടാക്കും. ഇമ്മ്യൂൺ റെസ്പോൺസിനെ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ക്രൈങ്. ഒന്നെങ്കിലും മകളല്ലെങ്കിൽ അമ്മ ഇരുന്ന് കരയും. അത് നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ put it so softly, gently. This is very important. Communication skill is very important for the physician or surgeon or anybody practicing medicine. What do you need? ഒരു നല്ല ഡോക്ടർ ആവണമെങ്കിൽ എന്താവണം? Qualities, one is actually total commitment. That is important. And you must be committed. That's the first thing. For me, I call my theater is my first temple. That is what I call it. The total commitment, empathy, to the extent there is no limit of empathy. Usually doctors അല്ലെങ്കിൽ surgeons എന്ന് പറയുമ്പം അവരൊന്ന് ഫ്രണ്ട്ലി ആവില്ല, ഇമോഷണലി കണക്റ്റഡ് ആവില്ല. അത് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവർക്ക് ഉണ്ടാകണം. ഇതിനൊക്കെ ട്രെയിനിങ് കൊടുക്കണം മെഡിക്കൽ സ്കൂൾസിൽ. മെഡിക്കൽ എത്തിക്സിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് ടോക്ക് കൊടുക്കണം. എന്തെല്ലാം അവരോട് പറയാം, എങ്ങനെ അവരെ കംഫർട്ടബിൾ ആക്കാം. ഏറ്റവും ഭീതിയോടെ വരുന്ന ഒരാളെപ്പോലും എങ്ങനെ ചിരിച്ചും കൊണ്ട് തൊഴുതു പോണ ആൾക്കാരുണ്ട്. ആരോഗ്യമൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി വരുന്ന ആൾക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ കാരണങ്ങൾ എന്താണ് സർജൻ ടേബിളിൽ ആൾക്കാർ വരാൻ? ഇപ്പം ഒരു പേഷ്യന്റ് ആയിട്ട് സർജന്റെ മുമ്പിൽ വരാനുള്ള കോമൺ ആയിട്ടുള്ള കുറെ കാരണങ്ങളുണ്ട്. ക്യാൻസർ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്, അന്ന് തന്നെയാണ് ഇപ്പൊ. പിന്നെ ബോഡിയിലുള്ള ഹെർണിയാസ്, വെരിക്കോസ് വെയിൻസ്, piles is very common. Piles? You don't have a day without seeing a piles patient. When a modern food produces constipation, severe constipation, rectal bleed and all that, prolapsing pile masses and pneumonia, chest infections. Infections is the most common, fever, etc. They don't come to surgeon. But നമ്മുടെ നാട്ടിലുള്ള ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള 2 ഡിസീസസ് ഉണ്ട് എപ്പിഡമിക് പോലെ. Yes. അതാണ് obesity. Obesity is not a condition, it is a disease with multiple comorbidities ആണ്.
എന്ന് വെച്ചാൽ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, സ്ലീപ്പ് അപ്നിയ, ബാക്ക് പെയിൻസ്, ജോയിൻറ്റ് പെയിൻസ്, ഇൻഫെർട്ടിലിറ്റി, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, കുട്ടികളുണ്ടാകുന്നില്ല, അങ്ങനെയൊക്കെ. Infertility. And you name anything, it is there. And they cannot breathe. They have all the problems. They are not leaving. They are sitting. And And that's one of the biggest lifestyle problems. കൊണ്ടല്ലേ problems obesity today, വരുന്നത്. actually, they are not moving. Lack of exercise and overeating is the reason. That's a very important obesity, topic. We yeah. have to come to that. Lifestyle diseases എന്ന് പറയുന്നത് has changed our world. Absolutely. അല്ല, അപ്പൊ ആസ് എ സർജൻ കഴിഞ്ഞ 55 ഇയേഴ്സിൽ ഡോക്ടർ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം ഏറ്റവും അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ. എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു ഇമ്പാക്റ്റ് ഈ ലൈഫ് സ്റ്റൈൽ നമ്മളുടെ ശരീരത്തിൽ വരുത്തുന്നത് എന്ന് ഒരു ഡോക്ടർ പറയുമ്പോൾ, ഒരു സർജൻ പറയുമ്പോൾ, ഐ തിങ്ക് പീപ്പിൾ വിൽ ബിലീവ് ഇറ്റ് മോർ. യാ, ഇത് കണ്ടു തുടങ്ങിയപ്പോൾ അത് ലാസ്റ്റ് 30 years. 30 years ആയിട്ടുള്ളൂ. 30 years ആയിട്ടുള്ളൂ. പണ്ട് ഇതുണ്ടായിരുന്നില്ല. People Why? used to exercise and they were careful about their diet. ഇന്ന് they depend on processed diet, fast food, and that is poisonous. And ഈ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ തന്നെ ട്രാൻസ് ഫാറ്റ് എന്ന് പറയും. ദാറ്റ്സ് എ കാർസിനോജൻ. ആൻഡ് യു ഈറ്റ് ടേക്ക് ബെറോട്ട, അത് ഫൈൻ പൗഡർ, ഗോതമ്പിൻ്റെ ഫൈൻ പൗഡറാണ്. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഉണ്ട്, പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അതും കാർസിനോജൻ. ആൻഡ് കളേർഡ് ഡ്രിങ്ക്സ്, പെപ്സി, കോള, മെറൻഡ, കളേർഡ് ഡ്രിങ്ക്സ് എല്ലാം കാർസിനോജൻ. ഷുഗർ ഈസ് എ ടോക്സിൻ ഇറ്റ് സെൽഫ് ആക്ച്വലി എന്ന് തോന്നുന്നു. ഇന്ന് ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിൽ അതിന് ക്യാൻസർ സെൽസിന് വേണ്ട ഷുഗറാണ്. ഇപ്പം നമ്മുടെ ലൈഫ് ഹെൽത്തി ആക്കാൻ ഒറ്റൊരു കാര്യം നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും മാറ്റം വരുത്തേണ്ടത്? Dietary change and exercise, two things. Diet change? Absolutely. Actually ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ യോഗ, മെഡിറ്റേഷൻ, ആൻഡ് ദേ ആർ ഡൂയിങ് എക്സസൈസ് റിയലി. You have to, when you say exercise, you must sweat ചെയ്യണം. ഒരു കാർഡിയോ എന്ന് പറഞ്ഞ് എല്ലാത്തിനും കാർഡിയോ ഉണ്ട്. ദാറ്റ്സ് ആൾ ഇൻ ദി ബിസിനസ് ആക്ച്വലി. ബട്ട് ഇപ്പോൾ ഒരുപാട് ക്ലബ്സ് ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷെ ക്ലബ്സിൽ എയർ കണ്ടീഷൻ ക്ലബ്സ് ആണ്. ഇവർ എത്രമാത്രം വിയർക്കുന്നു അറിയില്ല. ഇറ്റ് ഹാസ് ബിക്കം എ ലൈഫ് സ്റ്റൈൽ ടുഡേ. But going to the club, it's a lifestyle. That is not what I mean. Lifestyle means exercise and controlling your diet, what you want to eat. എത്ര ലിറ്റർ വെള്ളം ഒരു 70 kilograms വെയിറ്റ് ഉള്ള ഒരാൾക്ക് കുടിക്കണം നമ്മുടെ എത്ര പേർക്ക് അറിയാം? Body is made up of what is the percentage? Water, 70% water. 70% water. Yes. That itself will tell you you have to have 3 liters of water a day for a 70 kilogram man. Somebody who is working hard or playing, a sportsman, every 20 kilogram you need a liter of water. And non-working, or office working ആൾക്ക് ഒരു 25 kilogramന് 1 liter water. As a surgeon, ഇപ്പം ഡോക്ടർ കഴിഞ്ഞ 55 വർഷത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ട്രഡീഷണൽ സർജറിയിൽ നിന്നും ലാപ്രോസ്കോപ്പിക് സർജറി, റോബോട്ടിക് സർജറി, ആൻഡ് ഇതിന്റെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വാസ്റ്റ് ഏരിയ ആണ്. ഈ ഒരു ചേഞ്ചിന്റെ ഒപ്പം ഹൗ ഹാവ് യു അഡാപ്റ്റഡ്? യെസ്, ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ദി ട്രഡീഷണൽ സർജറി. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോൾ, ലോർഡ്സ് ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ, ഈ ഓപ്പറേഷൻ നോട്ട്സിൽ എഴുതിയിരുന്ന ആദ്യം ഫസ്റ്റ് ട്രഡീഷണൽ സർജറി, ബാർ ലാപ്രോസ്കോപ്പിക് സർജറി, ബാർ റോബോട്ടിക് സർജറി. 26 yearsന് മുമ്പാണ് കേസ് ഷീറ്റ് എഴുതി വെച്ചത്. അന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു. ഇന്നും ഇപ്പോഴെന്തോ ഒരിടത്ത് വന്നിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് വേണ്ടത് റോബോട്ടിക് സർജറി. അതായിരുന്നു എൻ്റെ വിഷൻ എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ആലോചിക്കുന്ന ഒരു 25 years കഴിഞ്ഞാലേ എത്തുള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. യു ഹാഡ് എ ലൈറ്റ് ദാറ്റ് ഫ്ലിക്കേർഡ്. ഇൻ ദി പ്രസൻറ്റ് യു ഹാവ് എ ലൈറ്റ് ദാറ്റ് ഫ്ലെയിംസ്. In the future, there will be a light that shines all over the land and sea. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ ഒരു 100 വർഷം മുമ്പ് പറഞ്ഞതാണ് നമ്മളിപ്പോ ഇന്നത്തെ ഫ്യൂച്ചറാണ് ഈ പ്രസന്റ്. ഇവിടെ നമ്മൾ എത്തിയോ ഇത്രമാത്രം എന്ന് സർജൻസ് എല്ലാവരും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ട്രഡീഷണൽ സർജറി അല്ല ഇന്നത്തെ സർജറി. ദാറ്റ് ഈസ് സർജറി ഓഫ് ദി പാസ്റ്റ് സെഞ്ച്വറി. 20th centuryയുടെ അവസാനം സംഭവിച്ച ഏറ്റവും വലിയൊരു റെവല്യൂഷനാണ് മിനിമലി ഇൻവേസീവ് സർജറി, അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി, അഥവാ
മിനിമൽ ആക്സസ് സർജറി. മിനിമൽ ആക്സസ് എന്ന് പറയുന്നത് ആക്സസ് ഈസ് ആൾസോ വെരി ലിമിറ്റഡ്. ഇതിൽ കൂടെ പോയി അവിടുത്തെ മോണിറ്ററിൽ നോക്കി ഇവിടെ പേഷ്യൻ്റ് കിടക്കുന്നു, ഞാനിത് ചെയ്യുന്നു, അതിൽ നോക്കിയിട്ട് ഇമേജിനെ നോക്കി ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോൾ എളുപ്പമാണ്. ഓപ്പൺ സർജറിയേക്കാളും എളുപ്പമാണ്. എനിക്ക് ബ്ലഡ് ലോസ് ഇല്ല, അവർക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ ഇല്ല, റിക്കവറി സോ ഫാസ്റ്റ്, ദേ ക്യാൻ ഗോ ബാക്ക് ടു ഡയറ്റ്, they can go back home early, back to work early. Benefits. So many benefits. But future like ini endana ipo doctor annu predict cheyidu 26 varsham munpu ingane ini ipo predict cheyanengil endayirikkum annu predict cheyidirunna oru sangadiyana robot. Robot ennu parna robot assisted aanu. appo you put it into you. Yeah, the surgeon is always there as the captain. Robot assisted surgery aanu ipo nadakkunnu. Adinte advantage endana precision koodum. നമുക്ക് കാണാനൊക്കാത്ത സ്ഥലങ്ങളിലേക്ക് റോബോട്ടിനെ കൊണ്ടുപോയിട്ട് നോക്കി അവിടെ ഒരു സ്റ്റിച്ച് ഇടാൻ പറ്റും. പ്രിസിഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ പ്രായമായി, ട്രെമറുണ്ട്. ഐ ഡോണ്ട് ഫോർച്ചുനേറ്റ്ലി ഹാവ് എനി ട്രെമർ. ഈ ട്രെമറിനെ റോബോട്ട് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഇഫ് യുവർ ബ്രെയിൻ ഈസ് നോർമൽ, യുവർ തിങ്കിങ് ഈസ് നോർമൽ, യുവർ എക്സ്പീരിയൻസ് വിൽ കം ഇൻടു പ്ലേ. It is the expertise. I always said expertise. Expertise is an intuition with skill. Yes. That is expertise. You may have 55 years of experience, you may not be necessarily a good surgeon. Yeah. Very true. Yeah, very important. See, to become an expert, you take 10 years minimum. And ഇപ്പോൾ പഠിച്ച ആൾക്കാർ MS കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ജോയിൻ ചെയ്യാണ് കൺസൾട്ടൻറ്റ് സർജൻ പറഞ്ഞു. Without much, you need 10 years only training in surgery before you become a surgeon. That brings me to the other point. ഇപ്പം ഡോക്ടർ പറഞ്ഞെടുത്തതിനകത്ത് the making of a surgeon അല്ലേ, ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഇപ്പോൾ ഒരു ഡ്രീം സെനാറിയോ ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഡോക്ടർ. ഓക്കെ, ഒരു ഐഡിയൽ സർജൻ നമ്മുടെ സൊസൈറ്റിക്ക് വരണമെങ്കിൽ, കിട്ടണമെങ്കിൽ, ഒരു ഐഡിയൽ ഡോക്ടർ എന്തായിരിക്കും ഒരു കുട്ടി എന്ന നിലയ്ക്ക്, ഒരു ചൈൽഡിൽ നിന്നും ഇന്ന് വരെയുള്ള ഒരു ട്രജക്ടറി, ഒരു പ്രിഡിക്ഷൻ ആയിക്കോട്ടെ, ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഗുഡ് സർജൻസ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രൈമറി തൊട്ട് തുടങ്ങണം ശരിക്കും. അവൻ്റെ ടാലന്റ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല സമയം. പ്രീ-പ്രൈമറി ഈസ് ദി സോ കാൾഡ് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നൊരു സമയം. ഫൗണ്ടേഷൻ ഈ LKG UKG. ആൻഡ് അവിടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇന്ന് ചെയ്യുന്നതല്ല. അവരെ നുള്ളി നോവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ കളിപ്പിക്കേണ്ട കുട്ടികളാണ് ശരിക്കും. അങ്ങനെയൊന്നും പാടില്ല. അവർക്ക് വേണ്ട ആദ്യം പഠിപ്പിക്കേണ്ടത് ഞാൻ പറയും ഹൈജീൻ, ആൻ ഓർഡർ, എ സിസ്റ്റം. നെവർ ടീച്ച് ദം റിലീജിയൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹിസ് ടാലൻറ്റ്. അവരെങ്ങനെയാണ് പോകേണ്ടത്, അവൻ്റെ ടാലൻസ് കണ്ടുപിടിക്കാൻ പറ്റിയൊരു ഏജാണ്. കളിപ്പിക്കുക. അതെ 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 അതെ, അങ്ങനെ മാറണം. പിന്നുള്ള പീരീഡ്സിൽ ഇപ്പൊ പ്രൈമറി സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലാംഗ്വേജ് ഏർലി ഏജിൽ പഠിക്കുന്ന നല്ലതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ പ്രൊഫഷനിൽ പഠിക്കാനായി ഒരു മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഫ്ലാസ് ആൻഡ് ഫാലസീസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു 12 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഈ പരീക്ഷ കുട്ടികൾ എഴുതുന്നത്. അതൊരു യൂണിഫോം സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അല്ല, ഒരു 3 ടയർ സിസ്റ്റമാണ്. സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ സിലബസ്. ഈ കുട്ടികൾ എഴുതുന്ന ഒരു കോമൺ എക്സാമിനേഷനാണ്. എല്ലാവരും ഒരേ എക്സാമിനേഷൻ. ആർക്ക് കിട്ടും? അതാണ്. അപ്പൊ അത് ജസ്റ്റിസ് അല്ല. ഒരൊറ്റ 12 വർഷം പഠിച്ച് ഒരു എക്സാമിനേഷൻ 2 മണിക്കൂറിൽ ഫിനിഷ് ചെയ്യുക. അന്നത്തെ ദിവസം ഒരു കുട്ടിക്ക് മൈഗ്രെയിൻ ഉണ്ട്, ഡയറിയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡിസർവ് ചെയ്യുന്ന കുറെ കുട്ടികൾ കിട്ടാതെ വരും, ഡിസർവ് ചെയ്യാത്തവർ അതിലേക്ക് കയറിപ്പെടും. അത് മാറ്റം തീർച്ചയായിട്ടും മാറ്റം വരുത്തേണ്ട. ഈ മെഡിസിന് പോണ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാതെ എടുക്കാൻ പാടില്ല. ഒരു 25% മാർക്ക് സെറ്റപ്പാർട്ട് ചെയ്യണം. അതിൽ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇൻ്റർവ്യൂ ഇല്ലാത്തത്? കാരണം എല്ലാവരും കള്ളം ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും, ആർക്കെങ്കിലും പരിചയം കാണും, അതുകൊണ്ട് ശരിയാവില്ലെന്ന്. ഹോണസ്റ്റ് ആയിട്ടുള്ള 2 ജസ്റ്റിസുമാരെ സെലക്ട് ചെയ്യൂ, 2 മെഡിക്കൽ പ്രൊഫഷണൽസ് സെലക്ട് ചെയ്യൂ, ജനറൽ പബ്ലിക്കിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യൂ. ആൻഡ് പിന്നെ 2 പേര് മെഡിക്കൽ പ്രൊഫഷൻ ജസ്റ്റിസ്. യു വിൽ ഹാവ് എ പാനൽ ഇൻ ട്രിവാൻഡ്രം സിംഗിൾ പാനൽ, കൊച്ചിൻ ആൻഡ് കാലിക്കറ്റ്. ഇവിടെ ഇന്റർവ്യൂ ചെയ്താൽ മതി കുട്ടികളെ. ഒരു 25% മാർക്ക് ഇന്റർവ്യൂവിന് വെക്കണം. അതിൽ തന്നെ അപ്പൊ തന്നെ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് ദാറ്റ് കം ഇൻ വിൽ ചേഞ്ച്. അവന്റെ കമ്മിറ്റ്മെന്റ് കാണാം.
അയാൾക്ക് ചെവി കേൾക്കാമെന്നറിയാം, കാണാമെന്നറിയാം, ഡിഫോമിറ്റി ഉണ്ടെന്നറിയാം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പഠിക്കാം. പക്ഷേ മറ്റ് പ്രൊഫഷനിലേക്ക്, ക്ലിനിക്കൽ സർവീസിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ആവശ്യമാണ്. കേൾക്കണം, കാണണം, ഓടാൻ പറ്റണം, അതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയൊരു പ്രൊഫഷനിലേക്ക് പോകാം. ഈ സോ കീൻ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അത് കഴിഞ്ഞിട്ട് അവൻ്റെ ടേസ്റ്റ് കണ്ടുപിടിക്കണം. ഏത് മനുഷ്യൻ ഏത് പഠിക്കാൻ ടേസ്റ്റ് കണ്ടുപിടിക്കുന്നത്? അവൻ്റെ റിയൽ ടാലൻറ്റ് ഇൻ്റർവ്യൂവിൽ കണ്ടുപിടിക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഫീഡ് ചെയ്ത് AI കൊടുത്താൽ സെലക്ട് ചെയ്ത് തരും. അതാണ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഞാനിപ്പോൾ ഒരു സർജനാകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു മെഡിസിൻ കിട്ടിയാൽ ഞാൻ ഒരിക്കലും നല്ലൊരു ഫിസിഷ്യൻ ആകത്തില്ല. ഒരു കാർഡിയോളജിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ റേഡിയോളജിസ്റ്റ് ആയാൽ ഒരിക്കലും നല്ലൊരു റേഡിയോളജിസ്റ്റ് ആകത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അത് തന്നെയാണ് ഡോക്ടർ. ഈ കുറെ പേര് അവരുടെ ഫസ്റ്റ് സെലക്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ, ഫോർത്ത് ഓപ്ഷൻ വെക്കേണ്ട കാര്യം തന്നെ ഇല്ല. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഡോക്ടേഴ്സ് പ്രൊഫഷന് വേണ്ടി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസിപ്ലിൻ പേഴ്സൺ ഇഫ് യു ആസ്ക് മീ ഇൻ സിവിൽ ലൈഫ്, ഒരു മിലിറ്ററി സെറ്റപ്പ്, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ് വേണ്ട ഒരു പ്ലേസ് ഹോസ്പിറ്റൽസ് ആണ്. ഹോസ്പിറ്റൽസ് പീപ്പിൾ മസ്റ്റ് വാക്ക് ലൈക്ക് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ഓർഡർ. അതില്ല ഇന്ന്. ഇറ്റ് ഈസ് ഡിസോർഡർലി. വാട്ട് ഈസ് ദ thing that disappoints you most? Current practices, nothing is in order. Nothing. And even the accreditations given is for the infrastructure facility, the 5-star facility, not assessing the medical manpower. Medical manpower ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഗ്രൂപ്പാണ് നേഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന. ഞാൻ നേഴ്സ് എന്ന് പറയുന്നതിനോട് യോജിക്കുന്ന ആളല്ല. ഇന്ന് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ കാലത്ത്, അതായത് 200 വർഷം മുമ്പായിരുന്ന നേഴ്സസ്, ഇന്നത്തെ നേഴ്സിംഗ് എന്ന് പറയുന്ന ഓൾഡ് ഏജ് ഹോമിൽ വയസ്സായവരെ നോക്കുന്നതിനാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. They are part of the medicine. They are part of medicine. എല്ലാം അവരെ വിളിക്കാനായിട്ട് നല്ല, എനിക്ക് ഇഷ്ടം മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നതും ഡോക്ടേഴ്സിന് മെഡിക്കൽ ഓഫീസർ, ദെൻ നെയിംഡ് ആഫ്റ്റർ ദെയർ സ്പെഷ്യാലിറ്റി. I can be called a laparoscopic surgeon, bariatric surgeon, like that, neurologist, cardiologist. അങ്ങനെ അവർക്ക് ആ പേരും അവിടെ നിലനിൽക്കും. പക്ഷെ മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ളത് നേഴ്സിംഗ് പ്രാക്ടീഷണർ ഒന്ന് ഇംഗ്ലണ്ടിലൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ ശരിയല്ല എന്ന് പറയുന്ന ആളാണ്. കാരണം they have a big role in medicine. They give IV solutions, intravenous injections. ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, നഴ്സസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ച്വലി വളരെയധികം ഇൻവോൾവ്ഡ് ആണ് ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് റിക്കവറി. അവർ അത് മാത്രമല്ല, അവർക്ക് ഈ പേരിനൊരു സ്റ്റിഗ്മ പോലെ ചിലർ കരുതുന്നുണ്ടെന്നും, സ്റ്റിഗ്മ പോലെ സാധു വീട്ടിൽ നിന്നാണ് ഇതിന് പോകണമെന്നൊക്കെ ഒരു തോന്നലുണ്ട്, ആ മണിയില്ലാത്തതുകൊണ്ട് എന്നൊക്കെ. ആ സ്റ്റിഗ്മ അങ്ങ് മാറിക്കിട്ടും. That will empower them. It will empower them. Absolutely. അവർക്ക് കുറച്ചുകൂടെ വാല്യൂ നൽകും. അവർക്ക് they have a big role to play. Do you feel they are underpaid? അത് എനിക്ക് നമ്മുടെ കേരളത്തിന്റെ പ്രശ്നമാണോ ഇന്ത്യയുടെ പ്രശ്നമാണോ? അല്ല, ഈ പേയ്മെന്റ് ഡോക്ടേഴ്സിന്റെ കാര്യമാണ്. പേയ്മെന്റ് comes with competency. That is a good point. That is a very good point. കഴിവുണ്ടെങ്കിൽ you get paid. അപ്പോൾ ഇപ്പം പഠിച്ചു വരുന്ന കുട്ടികൾ എഫിഷ്യൻ്റ് ആകണം, അവരെ എംപവർ ചെയ്യണം. then they will not hesitate to pay them better. വയനാട്ട് ഒരു മെഡിക്കൽ ഓഫീസർക്ക് എന്താ കിട്ടുന്നത്? ഇപ്പോൾ MBBS കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് 30,000 രൂപ കിട്ടുന്നത്, 25,000 കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിൽ നല്ല ഒരു, അതിനേക്കാളും സെക്രട്ടേറിയറ്റിലെ ഒരു ക്ലാർക്കായിട്ട് തുടങ്ങുന്ന ആൾക്ക് അതിലും സാലറി ഉണ്ട്. അതുകൊണ്ടാണ് ഈ കുറെ ഡോക്ടേഴ്സ് ഇന്ത്യയിൽ നിന്നും ഈ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആവാനാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത്, എക്സാംസ് എഴുതുന്നത്. കാലം കഴിഞ്ഞു പോയി. അതുകൊണ്ടാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തെ രാജ്യങ്ങളിലേക്ക് പോകുന്നത്? ഇപ്പൊ ഡോക്ടർ നേരെ റിവേഴ്സ് ആയിരുന്നു. UK കുറച്ച് വർഷം ഉണ്ടായിരുന്നില്ലേ? 6 വർഷം. അതുകൊണ്ട് തിരിച്ചു നാട്ടിലേക്ക് വന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഹോസ്പിറ്റൽ തുടങ്ങി, യു ഫൗണ്ടഡ് യുവർ ഓൺ ഹോസ്പിറ്റൽ. അത് ബ്യൂട്ടിഫുള്ളി നടത്തി, സർജറി ചെയ്ത് യു കെപ്റ്റ് ഗോയിങ് അറ്റ് ഇറ്റ്. പക്ഷേ I'm still going. You're still going. I never stop. അതെ. ആൻഡ് പക്ഷേ ഈ ഡോക്ടേഴ്സ് പ്രൊഫഷൻ, നഴ്സസ് പ്രൊഫഷൻ, മെഡിക്കൽ പ്രൊഫഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ പഠിക്കുന്നു, വേറെ നാട്ടിൽ പോയി ജോലി ചെയ്യുന്നു. അതിന് കാരണം ഇതാണോ? അതിന് കാരണം അവിടെ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകാൻ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള, ഈസി അല്ലാത്ത ഒരു പ്രൊഫഷനാണെന്ന് മനസ്സിലാക്കേണ്ട. അവിടെയും അവർ ഈസി ജോബ്സ്, ദേ ഹയർ പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ്. Our people, when they go outside, they work committed. Otherwise, they will be out. അതുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്തിട്ട് ഇവർ പ്രാക്ടീസിന് ഇട്ട് കൊടുക്കും. ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്യാതെ എടുത്തു കഴിഞ്ഞാലും ഒരുപക്ഷെ
IELTS അവരുടെ എക്സാമിനേഷൻ ഇംഗ്ലീഷ് ടെസ്റ്റ് കഴിഞ്ഞാൽ അവരെടുക്കും. എന്നിട്ട് ട്രെയിൻ ചെയ്തിട്ട് അവരെ അയച്ചു കൊടുക്കും. യു ക്യാൻ ട്രെയിൻ ദം. ഇവിടെ നമ്മുടെ നാട്ടിൽ അത് സംഭവിക്കുന്നില്ല. പാസ്സായി കഴിഞ്ഞാൽ ഉടനെ വരികയാണ്. ഒരു ആവശ്യത്തിന് അങ്ങോട്ട് പാസ്സായി ഉടനെ അയച്ചാൽ ഒരു 5 years എങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാതെ അയച്ചാൽ എന്ത് കഴിയും? അതുകൊണ്ടാണോ ഇപ്പം ഇങ്ങനത്തെ ഒരു കറണ്ട് സിസ്റ്റം ഉള്ളത് കൊണ്ടാണോ കുറെ ഡോക്ടേഴ്സ് ഈ പ്രൊഫഷൻ വിട്ടുപോകുന്നത്? അതാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച തന്നെ പലരും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ IAS അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് പോകണ്ട. ദാറ്റ് ഈസ് എനിക്ക് അതൊരു അവരുടെ സീറ്റ് മറ്റൊരു ഡിസേർവിങ് കാൻഡിഡേറ്റിന് കിട്ടുമായിരുന്നു. അവർ പോയതുകൊണ്ട് അത് നഷ്ടപ്പെടുന്നു പലർക്കും. സോ മെനി പീപ്പിൾ ഗോ. വൺ. സെക്കൻഡ്, അവരുടെ ആർഗ്യുമെന്റ് ദേ ആർ സർവിങ് ദി സൊസൈറ്റി മോർ. ഐ എം നോട്ട് ഷുവർ. ആൻഡ് ടു സർവ് ദി സൊസൈറ്റി ദർ ഇസ് നോ അതർ പ്രൊഫഷൻ ബെറ്റർ ദാൻ മെഡിക്കൽ പ്രൊഫഷൻ. അതാണ് വേറെ സംഗതി. അവിടെ ഒരു ഹോണസ്റ്റി ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതെ, മനസ്സിലല്ലേ? ഹൂം ദേ ആർ സർവിങ് ഐ ഡു നോട്ട്. അല്ല, അതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഈ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ ഇപ്പം ഒരു വിശ്വാസം കുറച്ചൊക്കെ പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്ന് തോന്നുന്നുണ്ടോ ആസ് എ സർജൻ? ബിക്കോസ് ഒരു കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ദി ഇൻഡസ്ട്രി അല്ല, ഓഫ് ദി സർവീസ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇൻഡസ്ട്രി പറയുന്നതിൽ കുറ്റമില്ലാന്ന് എനിക്കിപ്പോ തോന്നുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ, സേ ഫോർ എക്സാമ്പിൾ ഒരു സാധാരണ ലാപ്രോസ്കോപ്പി ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ഞാൻ പറയാം. ഒരു ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി, ഗാൾ ബ്ലാഡറിന് വരുന്നതാണ്. അതിൽ കല്ല് വരും, ചിലപ്പോൾ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരും, പഴുത്ത് പൊട്ട, അങ്ങനെയുള്ള ഒരു സംഗതിയാണ്. ഡയബറ്റിസ് ഉള്ളവർക്ക് സിംറ്റം ഇല്ലെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് ഡിക്റ്റം. അപ്പോൾ അതിനൊരു ലാപ്രോസ്കോപ്പി ഓപ്പറേഷൻ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ ഒരു 80,000 rupees ചെയ്യുന്നു ഒരു കോമ്പിറ്റൻസ് സർജൻ. വേറെടുത്ത് 1.5 ലക്ഷം വെക്കുന്നു, വേറെടുത്ത് 2 ലക്ഷം വെക്കുന്നു, ചിലപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല. അപ്പം അത് ആരെയാണ് അവർ റേറ്റ് ചെയ്യേണ്ടത്? സർജനെയാണ്, നോട്ട് ദി ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റി അല്ല. ഈ പർട്ടിക്കുലർ സർജൻ, കോമ്പിറ്റൻറ്റ് സർജൻ മസ്റ്റ് ബി വർക്കിംഗ് ഇൻ എ സെറ്റപ്പ് വെയർ he has got the facilities. ലാപ്രോസ്കോപ്പിക് എൻ്റെ ഹോസ്പിറ്റലായിരുന്നു ഏറ്റവും നല്ല ട്രിവാൻഡ്രത്ത്. അവിടെ എക്സ്ക്ലൂസീവ് ആൾ ദി ക്യാമറാസ്, ലേറ്റസ്റ്റ് ക്യാമറാസ്, എക്യുപ്മെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്. ഞാനിപ്പോൾ എൻ്റേതായിട്ട് കുറച്ച് പേഴ്സണൽ ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചു, പലർക്കും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ റിയൽ ഫാക്ട്സ് ആണ് ഈ പറയുന്നത്. ഈ ഒരു പോയിന്റിലല്ലേ ഒരു എത്തിക്കൽ ബിഹേവിയർ ഫ്രം ഡോക്ടേഴ്സ് അത് വേണം. ഡോക്ടർ അവിടെ കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് മെഡിക്കൽ എത്തിക്സ്. ഹിപ്പോക്രാറ്റസിന്റെ ഓത്ത് വെച്ചിട്ടുണ്ട്, ഹിപ്പോക്രാറ്റിക് ഓത്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെയും എടുത്തിരുന്നു, അതിന്റെ ഫോട്ടോ ഉണ്ട്. അതുപോലെ 2 ഫോട്ടോസ് കൂടെ ഞാൻ വെച്ചിരുന്നു. ഒന്ന് റൈറ്റ് സൈഡിൽ പുറകിൽ ഗാന്ധിജി, വരുന്നവർക്ക് നേരെ കാണണമെങ്കിൽ എൻ്റെ പുറകിൽ വെക്കണം. ഗാന്ധിജി ഹൂ ഗേവ് ഫ്രീഡം ഓൺ ലാൻഡ്, മണ്ണില് ഫ്രീഡം തന്നയാള്. പിന്നെ അബ്ദുൽ കലാം വിണ്ണില് സ്വാതന്ത്ര്യം തന്നയാൾ. അങ്ങനെ 2 ഫോട്ടോ വെച്ചിട്ടുണ്ട് ഞാൻ. Did you get your Padma Shri from him or did you get it from Pranab Mukherjee? Okay. 15-ലാണ്, 10-11 years ago. ഇതിൽ ഏറ്റവും ഈ 55 വർഷത്തിൽ കുറെ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇൻ യുവർ പ്രൊഫഷണൽ ലൈഫ്. അതിൽ ഏറ്റവും വലിയൊരു ഞാൻ എല്ലാ ഇതിലും കൂടെ കടന്നു വന്നിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് വാട്ട് ഈസ് ദെയർ അത് റോബോട്ടാണ് ബാക്കി കിടക്കുന്നത്. ബിയോണ്ട് റോബോട്ട് ചോദിച്ചല്ലോ, ഭാവി എന്താ? റോബോട്ട് ഈസ് ഓൺലി ദി ബിഗിനിങ് ഓഫ് റോബോട്ട്. ഇനി എത്രയോ ജനറേഷൻ ഓഫ് റോബോട്ട് വരാനിരിക്കുന്നു. എന്താണ് ടെലിസർജറി? അമേരിക്കയിൽ ഇപ്പോൾ ഞാൻ അമേരിക്കയിലാണെന്നിരിക്കട്ടെ, ഇവിടെ ഒരു സർജൻ ഉണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിൽ ടെലിസർജറി ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വേ ഇറ്റ് ഈസ് ഗോയിങ് ടു. ഈ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് തന്നെ അത് അറിയുന്നതിന് മുമ്പ് നമ്മുടെ വൈൽഡ് ഡ്രീമിൽ പോലും നമ്മൾ സ്വപ്നം കണ്ട ഒരു സംഗതിയല്ല. സോ വാട്ട് ഹാപ്പൻ ടുമോറോ ഈസ് യുവർ ഡ്രീം. ഐ ഡോണ്ട് നോ വാട്ട് waiting to be a reality. going to be a reality. അത് നമുക്ക് ഈ എന്താണെന്ന് പോലും സങ്കല്പിക്കാനൊക്കാത്തതായിരിക്കും ആ എക്സ്പ്ലോഷൻ ഓഫ് ടെക്നോളജിയാണ്. You cannot really catch up with the technology today. Absolutely. The weight is growing. The weight is growing. So can I ask you, doctor, ഏറ്റവും ലോങ്സ്റ്റ് സർജറി ഏതായിരുന്നു? liver surgery ആണ്. എത്ര നേരം എടുക്കും യൂഷ്വലി? അത് ഇനിഷ്യലി I used to take 8 hours. 8 hours 2 മണിക്കൂർ അത് തന്നെ ഡിസെക്ട് ചെയ്യാൻ എടുക്കും. അപ്പോൾ ആ കാലത്ത് വളരെ ഇൻസ്ട്രുമെന്റ് വളരെ ബുദ്ധിമുട്ടാണ്. ലാപ്രോസ്കോപ്പി വന്നതിന് ശേഷം
സെഗ്മെന്റ്സ് ഒക്കെ റിസെക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ കുറച്ച് സമയം എടുക്കും, 1 മണിക്കൂറിനുള്ളിൽ തീരും. തീരും. വലിയ സിസ്റ്റുകളൊക്കെ എടുക്കും, ലാപ്രോസ്കോപ്പിൽ ചെയ്യുന്നതാണ്. 55 years of your career-ൽ ഏറ്റവും വലിയൊരു what is your highlight of your career എന്ന് പറയുന്നത് ഡോക്ടർ? ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു സർജറി അല്ല, എല്ലാ സർജറിയും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. ഏത് കാലത്ത് സർജറി ആയാലും ആ കാലത്തിൽ നമുക്ക് ഏറ്റവും നല്ലവണ്ണം ചെയ്യാൻ, പ്രിസിഷനോടുകൂടി ചെയ്യാൻ, നീറ്റായിട്ട് ചെയ്യാൻ, കമ്മിറ്റ്മെൻറ്റോടുകൂടി ചെയ്യാൻ, ഇൻഫെക്ഷൻ വരാതെ. നമ്മളാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്, അറിയാമോ? നമ്മൾ എന്തിനാണ് ഒരു പേഷ്യൻ്റ് 15 ഡ്രഗ്സ് എഴുതുന്നത്? എന്തിനാണത്? പിന്നെ നമുക്ക് ഐ ഡോണ്ട് നോ ദി ഇൻട്രാക്ഷൻ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇറ്റ്സ് എ വാലിഡ് തോട്ട്. അപ്പോൾ ആസ് എ സർജൻ what advice would you give? സർജന് വലിയ മെഡിസിൻസ് ഒന്നും വേണ്ട, അതെ, ആൻറ്റിബയോട്ടിക് പോലും വേണ്ട. ഇഫ് ദി അറ്റ്മോസ്ഫിയർ ഇസ് ക്ലീൻ. ഇപ്പം ഒരു തിയേറ്ററിനകത്ത് വന്നാലും മൊബൈൽ കൊണ്ടുവരും. ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ അതിലാണ്. ബാക്ടീരിയ നിറച്ചിരിക്കും നമ്മുടെ മൊബൈൽ അവിടെ കൊണ്ടുവന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. നെയിം ചെയ്യല്ല, ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് വേറെടുത്ത് വർക്ക് ചെയ്യുമ്പോൾ ഇതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. Too many people. You have to restrict the number of people inside the theater. That is the first and That's only the first thing. And അത് നടക്കുന്നില്ല. That is not the infrastructure and the facilities. ഒരു 5-star ഹോസ്പിറ്റൽ അല്ലെ ഹോട്ടൽ ഫെസിലിറ്റി അവർക്ക് ആവശ്യമില്ല പേഷ്യൻറ്റിന്. പേഷ്യൻറ്റ് ഈസ് നോട്ട് കമ്മിങ് ടു ദി ഹോസ്പിറ്റൽ ഫോർ മീൽസ് ആക്ച്വലി. ഇതല്ല വരുന്നത്, അവർക്ക് കഴിക്കാനും. ഇവിടെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന റെസ്റ്റോറന്റ് മെനു റെസ്റ്റോറന്റ് മെനു ആണ് കൊടുക്കുന്നത്. സത്യമല്ലേ? എനിക്ക് അതിനോടൊന്നും യോജിക്കാത്ത ആളാണ് ഞാൻ. Healthy diet. What is the healthy diet? They should actually have like a healthy food cafe in hospitals. HFC എന്ന് ഞാൻ പറയും. KFC. Calorie controlled ആയിരിക്കും. 500 calorie diet. Non veg or veg. അങ്ങനെ ആയിരിക്കണം ഹോസ്പിറ്റൽസിൽ. That is അത് വേണം, അത് വരും ഒരു കാലത്ത്. It is not in the far future, near future that will come. തീർച്ചയാണ് ഹെൽത്ത് ഫുഡ് കഫേസ് വരും. അതായത് ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈസി ആയിട്ടൊന്ന് ക്വിക്കായിട്ട് പബ്ലിക്കിന് വേണ്ടി ഒന്ന് പറയാം. 50% of your diet must be vegetables and fruits. Okay. Fruits 10%. അത് സെലക്ട് ചെയ്യണം ഫ്രൂട്ട്സ്. Kiwi is one of the best fruit that will prevent cancer. Kiwi, avocado and lime. Not apple a day, one lime a day. Remember. ഇത് very മഞ്ഞളോ? നല്ലതാണ് മഞ്ഞള് ഇഞ്ചി അതൊക്കെ കൊള്ളാം. ഒരുപാട് സംഗതികൾ നല്ലതാണ്. 50% fruits and veg and fruits. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ചോദിക്കണം, നാരുള്ള വെജിറ്റബിൾസ്, ഫൈബർ ഉള്ള വെജിറ്റബിൾസ്, ഇലക്കറി, മലക്കറി, അവിയൽ, തോരന്, സാലഡ്സ്. ഗ്രീൻ സാലഡ് അറിയാമല്ലോ, കുക്കുംബർ, അണിയൻ, ടൊമാറ്റോ, ക്യാരറ്റ്. ഇതെന്ത് ഡെലീഷ്യസ് ആണ്. കുറച്ച് ലൈം ഒഴിച്ചോ സാൾട്ടും ഇട്ട് ഇളക്കി വെച്ചാൽ ഇറ്റ്സ് ഡെലീഷ്യസ്. അതിൽ ക്യാരറ്റ് ഉണ്ട്, അത് വൈറ്റമിൻ എയുടെ സ്റ്റോറാണ് ശരിക്കും. കണ്ണിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ്. എന്തെല്ലാം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ടൊമാറ്റോ ഈസ് ആൻറ്റി ക്യാൻസറസ്. ടൊമാറ്റോ ആൻഡ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്. വൈറ്റമിൻ സി ഈസ് ആൻറ്റി ഇമ്മ്യൂണോ സ്റ്റിമുലൻസ് ആണ് ഇതെല്ലാം. ശരിക്കും ഫുഡിൽ ഒരുപാട് സംഗതികൾ അങ്ങനെ. ബാക്കി 50% നമ്മൾ വെജ്. ബാക്കി 50% ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീനാണ്. നിങ്ങളും കേൾക്കണത്. ദേ ക്യാൻ ആൾസോ ലിസൺ ടു 25% ഞാൻ പ്രോട്ടീൻ കൊടുക്കണമെന്ന് പറയും. Where do you get protein from in vegetarians? Pulses. Pulses, very important. Tofu. Pulses and what is that? Pulses and grams. What is sort green of gram? Green gram അങ്ങനെയുള്ളതൊക്കെ. അണ്ടർഗ്രൗണ്ടിൽ വളരുന്നതൊക്കെ ഷുഗർ കൂടുതലാണ്. അണ്ടർഗ്രൗണ്ട്, അതായത് ഉരുളക്കിഴങ്ങ്, ടാപ്പിയോക്ക, ഇതൊന്നും കഴിക്കരുത്. ആൻഡ് ആൾക്കാർക്കൊരു തോന്നലുണ്ട് ചോറിൽ മാത്രമേ ഷുഗർ ഉള്ള, ചപ്പാത്തി ഇല്ലെന്ന്. എന്നാ പിന്നെ സാറേ ചപ്പാത്തി കഴിച്ചോട്ടെ. രണ്ടിലും ആൾമോസ്റ്റ് ഷുഗർ ഇൻഡെക്സ് സെയിം ആണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് ആൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പോ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് അതും നടന്നത്. അതെ. മില്ലറ്റ് ആയാലും ശരി, റാഗി ആയാലും ശരി, പിന്നെ ഓട്സ് ആയാലും ശരി, ഇതെല്ലാം ഷുഗറാണ്. ഡിപ്പെൻഡ്സ് ഓൺ പെർസെൻറ്റേജ് കുറവായിരിക്കും ഇവിടെ. പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി യു ടേക്ക്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഭാവിയിൽ എനിക്ക് തോന്നുന്നു ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ റേഡിയേഷനും കീമോയും ഒക്കെ ചിലപ്പോൾ പോണ ഒരു കാലം വരുമെന്ന് തോന്നുന്നു. കാരണം that will be replaced by food. By food. Yes. Nutrition.
ഞാൻ പറയുന്ന ഒരു Carbs and fat. ടീ കപ്പ് റൈസ് Hmm. യു ഹാവ് പ്ലെൻറ്റി ഓഫ് പകുതി അത് ഒരു തോരൻ എടുക്കുന്ന സ്ഥലത്ത് ചോറെടുക്കുക. ആ റേഷ്യോ ഒന്ന് മാറ്റിയാൽ മതി. റേഷ്യോ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യണം. It will all get ദിസ് better. ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടേക്ക് പ്ലെൻറ്റി ഓഫ് കേർഡ്, യോഗട്ട് അല്ല കേർഡ്, വീട്ടിലുണ്ടാക്കിയത്. അതിൽ ലാക്ടോബാസിലസ് ഇൻഡസ്ട്രിയൽ ബാക്ടീരിയ പ്ലേസ് എ ബിഗ് റോൾ ഇൻ അവർ ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂൺ സിസ്റ്റം ഇത് ചെയ്യുന്നതാണ്. നാരുള്ള വെജിറ്റബിൾസ് ആൻറ്റി ക്യാൻസറസ് ആണ്. കൊളസ്ട്രോൾ അബ്സോർപ്ഷൻ കുറയ്ക്കും സ്റ്റൊമക്കിന്ന്. അതുകൊണ്ട് പ്ലെൻറ്റി ഓഫ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇത് കഴിച്ചോളണം. ഫ്രൂട്ട്സിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ്. So actually the solution is quite simple. Very simple. അല്ലേ? Only thing is sticking to your diet actually. Most important thing. Sticking to your Never diet. take alcohol. Alcohol is the only thing absorbed from the stomach. Oh. ബാക്കിയെല്ലാം ഇൻഡസ്ട്രിയിൽ നിന്ന് അബ്സോർവ് ചെയ്യുന്നത്. Dr. Haridas, we are coming to the end of this wonderful chat. അപ്പം ഡോക്ടറിൻ്റെ ഒരു ജേർണി ആൻഡ് ദ എക്സ്പെർട്ടീസ് ആൻഡ് ദി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരു ശരാശരി മലയാളിയോട് എന്ത് കാര്യമായിരിക്കും ഡോക്ടർ പറയാൻ ആഗ്രഹിക്കുന്നത് ആസ് യുവർ ഫൈനൽ വേർഡ്സ് ഹിയർ ടുഡേ ഓൺ ദ ഷോ? ബിക്കോസ് തീർച്ചയായിട്ടും ഇത്രയധികം പേഷ്യൻസ് അല്ല അസുഖങ്ങൾ വന്നുള്ള ആൾക്കാരെ കണ്ട് അവരുടെ അസുഖങ്ങളുടെ കാരണങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണ് ഡോക്ടർ. അപ്പൊ എന്തായിരിക്കും ഇവരോട് പറയാൻ ആഗ്രഹം? എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഫസ്റ്റ് തിങ് ആക്ച്വലി ഒബിസിറ്റി, അമിതവണ്ണം, അത് ഒരു കില്ലർ ഡിസീസ് എന്ന് പറയാൻ എൻ്റെ ആഗ്രഹം. നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. യങ് ഏജിൽ നിങ്ങൾക്ക് യു ക്യാൻ ക്യാരി യുവർ വെയ്റ്റ്. ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് യു ഹാവ് ടു ക്യാരി യുവർ വെയ്റ്റ്. യു ആർ ക്യാരിങ് യുവർ വെയ്റ്റ്. യുവർ ഐഡിയൽ വെയ്റ്റ് വുഡ് ബി എത്ര സെൻറ്റിമീറ്റർ നേരത്തെ പറഞ്ഞ കണക്ക് ഹൈറ്റ് എടുക്കുക, -100, 70 കിലോസ് ആകാവുന്ന ആൾ 150 കിലോ 212 കിലോ ഉള്ള ആൾക്കാരെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറ്റ് ശ്രദ്ധിക്കണം, എക്സസൈസ് വേണം, ആൻഡ് you have to train yourself. Be disciplined. Be disciplined. Yeah. So the most easiest thing to say, the toughest thing to do, doctor. Yeah. And ഒരു ദിവസം ചെയ്യും, നമ്മൾ പിറ്റേ ദിവസം മറന്നു പോകും. അതെ. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു, നാളെ തൊട്ട് ഞാൻ ഈ ഡയറ്റേ കഴിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ആൾ പിറ്റേന്ന് പ്രോസസ് ഫുഡ് ഇത് പിന്നെ ബെറോട്ട ചിക്കൻ വാങ്ങിക്കാനായിട്ട് ആളെ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം. Now what is very exciting about being here with you today is കുറച്ച് നാൾ മുമ്പ് I think 2015 ഈ ബുക്ക് റിലീസ് ചെയ്തത് അല്ലേ? 2019 ഈ ബുക്ക് റിലീസ് ചെയ്തത്, സ്റ്റോറി ഓഫ് മൈ സ്കാൽപ്പൽ ബൈ ഡോക്ടർ KP Haridas. ഇനി പുതിയൊരു ബുക്കും കൂടെ വരുന്നുണ്ട്. ഇനിയൊരു പുതിയ ബുക്ക് വരുന്നുണ്ട്. Reflections. This is beyond scalpel. Reflections of a lifelong surgery. Of a lifelong surgery. എൻ്റെ എക്സ്പീരിയൻസസും എൻ്റെ വ്യൂസും ഓൺ നേഴ്സിംഗ് കെയർ, മെഡിക്കൽ പ്രൊഫഷൻ, ജനറൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, 3 tier സിസ്റ്റം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും അതൊരു യൂണിഫോം സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനായി മാറ്റണം എല്ലാവരും. ഞാനിപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആദിവാസി 98 years അല്ലെ 78 years ആയി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക. ആദിവാസി എവിടെയാണെന്ന് സ്ഥാനം? ഇന്നും അവിടെ തന്നെയാണ്. ഇനി ഒരു 98 years കഴിഞ്ഞാലും അവൻ അവിടെ തന്നെ ആയിരിക്കുമെന്നൊരു ക്വസ്റ്റ്യൻ എന്നെ വേദനിപ്പിക്കാറുണ്ട്. അവൻ്റെ സ്ഥലത്ത് നമ്മളൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം. അവിടെ ആശുപത്രികൾ കാണണം, എഡ്യൂക്കേഷൻ സ്കൂൾസ് കാണണം, കോളേജ് കാണണം, മാൾസ് കാണണം. അതാണ് ഈസി. ഇറ്റ് ഈസ് ചീപ്പർ ടു ബിൽഡ് ഇറ്റ് ഓവർ ദെയർ. അവൻ സ്ലോലി ഇതിലേക്ക് കയറിക്കോളും. Is that your dream? That is my dream, yes. And I think it's a wonderful dream. Yeah. Thank you so much, Dr. Haridas. Thank you. എന്തായാലും തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, I'm so glad I get to meet a Haridas. I'm glad it is the renowned Padma Shri Professor Dr. KP Haridas. 55 years ആയിട്ടുള്ളൂ in surgery. ഇനി മുന്നോട്ട് Still young. You're still young. I hope you will continue ആ ഒരു passion, our commitment. Passion to the extent of obsession. Passion to the extent of obsession. And I think that is what carries on. Our surgeon എന്ന നിലയ്ക്ക് ഇത്രയും വർഷക്കാലവും അവിടെ നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഡോക്ടറിന്റെ പാഷൻ തന്നെയാണ് towards the craft, towards the art of surgery. Paul, here's wishing you many more years and decades of great surgery and successful surgeries and changing people's lives. Thank you so much for being on Rooted. Thank you so much, Ranjini and Haridas. Ranjini Haridas. Thank you, doctor. Thank you.